നാളത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തന്നെ കീഴ്പ്പെടുത്താനായി വരുന്ന രോഹിത്തിൻ്റെയും ഹരിയുടെയും കയ്യിൽ നിന്നും രക്ഷപ്പെടാനായി സ്വയം രക്ഷയ്ക്ക് വേണ്ടി അലീന കത്രിക എടുത്ത് സ്വയം കുത്തുവാണ്. ഈ വിശേഷത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അങ്ങനെ അലീനയോട് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം വേണമെന്ന് രോഹിത് ആവശ്യപ്പെടുകയാണ്. അതനുസരിച്ച് അലീന ഒരു ഗ്ലാസ് വെള്ളവുമായി റൂമിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് ഹരി പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിക്കുകയാണ് നമ്മുടെ രോഹിത്. നാരങ്ങ വെള്ളം അവിടെ മേടിച്ച് വെക്കുന്നുണ്ട്. അലീന അത് കൊടുത്തു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുവാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ രോഹിത് ഒരു കവൾ വെള്ളം കുടിച്ചതിന് ശേഷം അതിൽ പെട്ടെന്ന് ആ ടാബ്ലറ്റ് കലക്കി കൈവിരൽ കൊണ്ട് അത് ഇളക്കുവാണ്. എന്നിട്ട് ഒരു തുപ്പങ്ങ് കൊടുത്തിട്ട് അലീനെ എടി അലീനെ എന്ന് ഉച്ചത്തിൽ വിളിക്കുകയാണ്. ഇത് കേട്ടിട്ട് അലീന സ്റ്റെയർ കേസ് ഇറങ്ങി പോവുമായിരുന്നു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുവാണ്. എന്താ ഇത്രയും ബഹളമെന്ന് ഉദ്ദേശിച്ച് അലീന പെട്ടെന്ന് തന്നെ സ്റ്റെയർ കേസ് മുകളിലേക്ക് കയറിക്കൊണ്ട് ഓടി ചെല്ലുകയാണ്. എന്താ രോഹിത് എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. താഴേക്കൊക്കെ നോക്കുമ്പോൾ അവിടേക്ക് വെള്ളമാണ്. അലീന അതൊക്കെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി രോഹിത്? നീ എന്താ ചീഞ്ഞ നാരങ്ങയാണോ കലക്കിയിരിക്കുന്നത്? ഏയ് അല്ലല്ലോ, ഞാൻ നല്ല നാരങ്ങ തന്നെയാണ് കലക്കിയത്. എന്നിട്ടെന്താ ഇതിൻ്റെ രുചിക്കൊരു വ്യത്യാസമുണ്ടല്ലോ, നീ അതൊന്ന് കുടിച്ചു നോക്കൂ എന്ന് പറയാണ്. പക്ഷെ അലീന പറയുന്നുണ്ട്, ഞാൻ കുടിക്കാനോ? ഇത് നിനക്ക് കുടിക്കാനുള്ളതല്ലേ രോഹിത്, അത് കുഴപ്പമില്ല, നീ ഇതൊന്ന് കുടിച്ചു നോക്ക്, കുടിച്ചാലല്ലേ അറിയത്തുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ അലീന അത് വാങ്ങിച്ച് ഒരു സിപ്പ് കുടിച്ചു നോക്കുന്നുണ്ട്. പെട്ടെന്നാണ് പിറകിൽ നിന്നും ഒരു സൗണ്ട് കേൾക്കുന്നത്. ഞാനൊന്ന് കുടിച്ചു നോക്കണോ അലീനെ എന്ന് കേട്ട് അലീന പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞു നോക്കുവാണ്. ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന നമ്മളെ ഹരിയെ കണ്ട് അലീന ഞെട്ടി നിൽക്കുവാണ്. അലീനയ്ക്ക് ഇവരുടെ ചതിയൊന്നും അറിയത്തില്ലല്ലോ. അലീന ഹരിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ? നീ എപ്പോൾ വന്നു? ഞാൻ കണ്ടില്ലല്ലോ. ആ ഞാനൊക്കെ വന്നു. നീ എന്തിനാ അത് അറിയുന്നത്? നീ വെള്ളം കുടിച്ചില്ലേ? എന്തായാലും അത് നന്നായി. ഇനി കുറച്ച് സമയം കഴിയുമ്പോഴുണ്ടല്ലോ നിന്റെ ഓരോ അവയവങ്ങളായി ഇങ്ങനെ തളർന്ന് പോകും. നിനക്ക് ഞങ്ങളോടൊരക്ഷരം പോലും മിണ്ടാനോ പ്രതികരിക്കാനോ കഴിയാതെ പോകും. നീ എന്താടി വിചാരിച്ചത്? ഞങ്ങളെ ഇട്ട് ഇങ്ങനെ ഉപദ്രവിച്ചാലും ഞങ്ങൾ മിണ്ടാതിരിക്കുമെന്നോ? കുറെ കാലമായില്ലേ നീ കിടന്ന് വിലസാൻ തുടങ്ങുന്നു. ഇനി ഞങ്ങളൊരു കൈ നോക്കട്ടെ. നിന്നെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കട്ടെ. നിന്നെ ആരെയാടി രക്ഷിക്കാൻ പോകുന്നത് കാണട്ടെ ഞങ്ങൾ എന്ന് പറയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ അലീന ചുറ്റും പരതി നോക്കുന്നുണ്ട് കേട്ടോ. അലീനയ്ക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ട് താനൊരു ചതിയിൽ പെട്ടിരിക്കുകയാണോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അലീന. പെട്ടെന്ന് തന്നെ അലീന ഓടി ഡോറിനടുത്തേക്ക് ഓടുന്നുണ്ട്. പക്ഷേ അലീനയെ പിടിച്ച് മാറ്റുവാണ് ഹരി. ഹരി പെട്ടെന്ന് ചെന്ന് ഡോർ അങ്ങ് ലോക്ക് ചെയ്യാണ്. അലീന എതിർക്കുന്നുണ്ട് ഹരിയെ. എന്നിട്ട് ഡോർ തുറക്കാനായി വീണ്ടും ഓടുന്ന സമയത്ത് ഹരി അവളെ പിടിച്ച് അപ്പുറത്തേക്ക് വലിച്ചിടുവാണ്. അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും പ്രതികരിക്കാനായി നോക്കുന്നുണ്ട് അലീന. പക്ഷെ അലീനയ്ക്ക് ഈ വെള്ളം കുടിച്ചത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു മയക്കം ഇങ്ങനെ വരുന്നുണ്ട്, വീഴാനായി പോകുന്നുണ്ട്. എന്നാലും പിടിച്ചു നിൽക്കുകയാണ് അലീന. എന്നാൽ അലീനയുടെ അടുത്തേക്ക് രോഹിത്തും വരുന്നുണ്ട് കേട്ടോ. രോഹിത്തിനെ കണ്ട് അലീന ചോദിക്കുന്നുണ്ട്, എടാ രോഹിത്തെ, നീ എന്താണ് ഈ കാണിക്കുന്നത്? നീ ഒരു വലിയ തെറ്റാട്ടോ ഈ ചെയ്യാൻ പോകുന്നത്. നിനക്കത് എന്താണെന്ന് നിനക്ക് അറിയത്തില്ല. ഇത് കേട്ട് രോഹിത്ത് പ്രതികരിക്കുന്നുണ്ട്, എന്ത് തെറ്റാ നീ പറയുന്നത്? നീ എൻ്റെ ആരാടി? നീ എൻ്റെ ആരുമല്ല. പിന്നെ നിനക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് എന്താ? ഇത് കേട്ട് നമ്മുടെ അലീനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അലീന നമ്മുടെ രോഹിത്തിനെ ഇട്ട് തലങ്ങും വിലങ്ങും അടിക്കുകയാണ്. എന്നാൽ ഇതേ സമയം നമ്മുടെ രേവതിക്കുട്ടി അലീനയ്ക്ക് ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. 2-3 തവണ വിളിക്കുന്നുണ്ട്. ഇത് കണ്ട് നമ്മുടെ രേവതിക്കുട്ടിക്ക് ആകെ പേടിയാവുകയാണ്. എന്താന്ന് വെച്ചാൽ ഈ ജ്യൂസ് കൊടുക്കാൻ, നാരങ്ങ വെള്ളം കൊടുക്കാൻ രോഹിത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഞാൻ വന്നിട്ട് വിളിക്കാമെന്നാണല്ലോ രേവതിക്കുട്ടി വിളിച്ച സമയത്ത് നമ്മുടെ അലീന പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രേവതിക്കുട്ടി വിളിക്കുമ്പോൾ അലീന കോൾ എടുക്കാത്തത് കൊണ്ട് ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഉടനെ തന്നെ രേവതിക്കുട്ടി നമ്മുടെ മനുവിനെ വിളിക്കുകയാണ്. മനുവാണെങ്കിൽ രേവതിക്കുട്ടിയുടെ കോള് കണ്ടത് തന്നെ, എന്താ രേവതിക്കുട്ടി നല്ല സന്തോഷത്തോടെ സംസാരിക്കുകയാണ്. നിന്നെ ഞാൻ ഓർത്തതേ ഉള്ളൂ, നീ എന്തൊക്കെയുണ്ട് നിൻ്റെ വിശേഷം, സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ രേവതിക്കുട്ടിയാണെങ്കിൽ ആകെ വിഷമിച്ച് ഒരു സൗണ്ടാണ് കേൾക്കുന്നത്. എന്താ മോളെ നിൻ്റെ സൗണ്ട് ഇങ്ങനെയെന്ന് ചോദിക്കുകയാണ്. അല്ല മനുവേട്ടാ, ഞാൻ ചേച്ചിക്ക് വിളിച്ചു, അലീനേച്ചിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, അലീനേച്ചി ഫോൺ എടുക്കുന്നില്ല എന്ന് പറയാണ്. ഇത് കേട്ടിട്ട് മനു പറയുന്നുണ്ട്, അതിനെന്താ മോളെ, അവൾ കിച്ചണിലായിരിക്കും, അപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കില്ല റിങ് ചെയ്യുന്നത്.
അവൾ വന്ന് എടുത്തോളും. കുറച്ച് കഴിഞ്ഞ് മിസ് കോൾ കാണുന്ന സമയത്ത് മോൾക്ക് വിളിക്കുമെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. എന്നാൽ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അല്ല മനുവേട്ടാ, നമ്മുടെ രോഹിത്ത് എന്നെ കുറച്ച് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. രോഹിത്തേട്ടന് വെള്ളം കൊണ്ടു കൊടുക്കാൻ വേണ്ടി ഞാൻ റൂമിലേക്ക് പോവാണ്, തിരിച്ച് വന്നിട്ട് വിളിക്കാമെന്ന് എന്നോട് പറഞ്ഞതാ. പക്ഷെ ഇത്രയും നേരമായില്ലേ, വിളിക്കുന്നത് കാണാത്തതുകൊണ്ടാണ് ഞാൻ ആകെ ടെൻഷനായിട്ട് ഇരിക്കുക എന്ന് പറയാട്ടോ. ഇത് കേട്ടിട്ട് മനു പറയുന്നുണ്ട്, എന്ത് രോഹിത്തിന് വെള്ളം കൊണ്ടു കൊടുക്കാൻ പോകുന്നോ? രോഹിത്തല്ലേ ഞാൻ അവിടെ ചെന്ന സമയത്ത് പുറത്തേക്ക് പോയത്, ആ നിമിഷം തന്നെ ഞാൻ ഇങ്ങ് പോരുകയും ചെയ്തു. അങ്ങനെ സംഭവിക്കാൻ വഴിയില്ലല്ലോ, മോൾക്ക് കേട്ടതിൻ്റെ കുഴപ്പമായിരിക്കുമെന്ന് പറയാട്ടോ. ഇത് കേട്ടിട്ട് രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഇല്ല മനുവേട്ടാ, ഞാൻ സത്യം പറയുന്നത്. അരിന ചേച്ചി അത് തന്നെയാണ് പറഞ്ഞത്. രോഹിത്തേട്ടൻ വന്നിട്ടുണ്ട്, രോഹിത്തേട്ടന് സുഖമില്ലെന്ന് തോന്നുന്നു, ഞാൻ കുറച്ച് വെള്ളം കൊണ്ടു കൊടുത്തിട്ട് വരാം, എന്നോട് നാരങ്ങ വെള്ളം കൊടുക്കാൻ പറഞ്ഞു, ഞാൻ അത് കൊടുത്തിട്ട് വരാം മോളെ, എന്നിട്ട് വിളിക്കാം എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ ഇതുവരെയും വിളിച്ചില്ല, ഞാൻ വിളിച്ചപ്പോൾ എടുത്തുമില്ല. അതുകൊണ്ടാണ് ഞാൻ, രേട്ടൻ ഒന്ന് അന്വേഷിക്കാവോ എന്ന് ചോദിക്കാട്ടോ. അതിനെന്താ മോളെ, ഞാൻ നിനക്ക് വിളിക്കാട്ടോ, നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. എന്നാൽ രോഹിത്ത് തിരിച്ച് വീട്ടിലെത്തി, അലീനയുടെ വീട്ടിലെത്തി എന്ന് അറിഞ്ഞ സമയത്ത് മനുവിനാകെ ടെൻഷൻ ആവുകയാണ്. എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാവോ? മനു ആ വീട്ടിലുള്ള സമയത്ത് രോഹിത്ത് പുറത്തേക്ക് പോകുന്നത് മനു കണ്ടതാണ്. വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് അതേ സമയം തന്നെ കോളേജിലേക്ക് പോയ അവൻ തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ അതിലെന്തോ പന്തികേടുണ്ടോ എന്ന് മനുവിന് തോന്നുവാണ്. പിന്നെ രോഹിത്തിനോട് ഹരിയുമായി എന്തെങ്കിലും ബന്ധം നിനക്ക് ഇപ്പോൾ ഉണ്ടോ, അവൻ വിളിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞത് ഒരു നുണയാണെന്ന് മനുവിന് അപ്പോഴേ സംശയമുണ്ടായിരുന്നു. അങ്ങനെ മനു പെട്ടെന്ന് തന്നെ മുത്തശ്ശിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. താൻ കൊണ്ടുകൊടുത്ത ഫോണുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ മനു പെട്ടെന്ന് ആ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ ഒരു മയക്കത്തിലാണ്. ഫോൺ റിങ്ങിയത് കേട്ട് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് ഹലോ എന്ന് പറയുന്നുണ്ട്. മനുവിൻ്റെ സൗണ്ട് കേട്ടത് മുത്തശ്ശിക്ക് സന്തോഷമാകുന്നുണ്ട്. എന്താ മനു, നീ ഇപ്പം ഇവിടുന്ന് പോയതല്ലേ ഉള്ളൂ, നീ അവിടെ എത്തിയോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല മുത്തശ്ശി, ഞാനൊരു വിവരം അറിയാൻ വേണ്ടി വിളിച്ചത്. അല്ല മുത്തശ്ശി, അലീന എവിടെയെന്ന് ചോദിക്കുക കേട്ടോ. അവൾ അവിടെ എങ്ങനെ ഉണ്ടാവും മോനെ, ഞാനൊന്നും മയങ്ങിപ്പോയി, അവൻ ചിലപ്പോൾ കിച്ചണിലായിരിക്കും എന്ന് പറയാണ്. അല്ല മുത്തശ്ശി, രോഹിത് അങ്ങോട്ടേക്ക് വന്നോ എന്ന് ചോദിക്കുന്നുണ്ട് മനു. അത് എനിക്കറിയില്ല മോനെ, ഞാൻ മയങ്ങിപ്പോയി എന്ന് പറഞ്ഞില്ലേ, അവൻ വന്നോന്ന് അറിയില്ല, അവൻ കോളേജിലേക്ക് പോകേണ്ട സമയമായില്ലേ, പോയിട്ടുണ്ടാവും എന്ന് പറയാട്ടോ. ഇതുകൂടെ കേട്ടപ്പോൾ മനു, അല്ല മുത്തശ്ശി കുഴപ്പമൊന്നുമില്ല, ഞാൻ പിന്നെ വിളിക്കാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്യുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ മനു തിരിച്ചു വരുവാണ് ഇങ്ങോട്ടേക്ക്. അപ്പോഴേക്കും നമ്മുടെ അലീനയെ ട്രാപ്പിലാക്കുന്ന ഒരു തരത്തിലുള്ള എന്തെന്ന് പറയുക, ഒരു കെണിയിൽപ്പെടുത്തുന്ന രീതിയിലാണ് അവർ രോഹിത്തും ഹരിയും അവളോട് പെരുമാറുന്നത്. അവളായിട്ട് വട്ടം കറക്കുകയാണ്. അലീനയാണെങ്കിൽ അവർക്ക് പിടുത്തം കൊടുക്കാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ രോഹിത്തും നമ്മുടെ ഹരിയും അവളുടെ ഈ ഒരു വെപ്രാളവും പേടിയും കണ്ട് അതൊരു ക്രൂരമായ ആവേശത്തോടു കൂടി അത് ആസ്വദിക്കുകയാണ്. പെട്ടെന്ന് ഹരി അവളെ പിടിച്ചങ്ങ് തള്ളുമ്പോൾ അലീന ചെന്ന് വീഴുന്നത് ഒരു ടേബിളിന് മുകളിലേക്കാണ്. പെട്ടെന്നാണ് അവൾ അവിടെ നിന്നും ഒരു കത്രിക കയ്യിൽ തടയുന്നത്. ആ കത്രിക എടുത്ത് സ്വയം രക്ഷയ്ക്കായിട്ട് അവൾ എല്ലാവരോടും പറയുന്നുണ്ട്, എൻ്റെ അടുത്തേക്ക് അടുത്തു പോകരുത്, അടുത്താൽ ഞാൻ എന്തെങ്കിലും ചെയ്യും, കുത്തും ഞാൻ, എൻ്റെ അടുത്തേക്ക് വരരുത് എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അവരതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവളുടെ അടുത്തേക്ക് ഇങ്ങനെ നീങ്ങി ചെല്ലുവാണ്. കൂടുതൽ അടുത്തേക്ക് വരികയാണെന്നിങ്ങനെ മനസ്സിലാക്കുകയാണ് അലീന ചെറുത്ത് നിൽക്കാൻ വേണ്ടി പരമാവധി നോക്കുന്നുണ്ട്. പെട്ടെന്ന് പറ്റുന്നില്ല എന്ന് കാണുന്ന സമയത്ത് അലീന ആ കത്രിക കൊണ്ട് സ്വയം വയറ്റിലേക്ക് അങ്ങ് കുത്തുവാണ്.